കാലിക്കറ്റ് സർവകലാശാല DSU തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന മുഴുവൻ അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയത് SFI എന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. കഴിഞ്ഞ 2 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSF KSU സഖ്യത്തിനുണ്ടായ മുന്നേറ്റം ഇത്തവണയും തുടരുമെന്ന ഭീതിയാണ് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോലും ഇരച്ചുകയറി വിദ്യാർത്ഥികൾക്കു നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിടാൻ SFIയെ പ്രേരിപ്പിച്ചത്. എന്നാൽ കല്ലുവെച്ച് നുണ പറഞ്ഞ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടുമായാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ടു പോകുന്നത്. പട്ടിക കൊണ്ട് കുട്ടികളുടെ തല തല്ലിപ്പൊളിച്ച ക്രിമിനലായ സംസ്ഥാന ഭാരവാഹിയെ വലതുഭാഗത്തിരുത്തിയാണ് സംസ്ഥാന സെക്രട്ടറി അക്രമത്തെ ന്യായീകരിക്കാൻ മലപ്പുറത്ത് വാർത്താസമ്മേളനം വിളിച്ചത്. നരഭോജികളേക്കാൾ ക്രൂരന്മാരാണ് SFI എന്നും ഭരണത്തിന്റെ ഹുങ്കിൽ പോലീസ് ഗുണ്ടകളായി മാറുകയാണെന്നും നീതി കിട്ടാതെ പോയാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുമെന്നും നവാസ് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഞങ്ങൾക്കൊരു പങ്കുമില്ല, അക്രമം മുഴുവൻ നടത്തിയത് MSFും KSU ആണ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ വലതുഭാഗത്തിരുന്ന SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ് എന്ന് അദ്ദേഹം തന്നെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹം വടി പിടിച്ച് പട്ടിക പിടിച്ച് കുട്ടികളെ തല്ലാൻ വേണ്ടി പോകുന്നൊരു ചിത്രമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ തുടക്കം മുതൽ നടന്നത്. ആദ്യം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി. പഠിച്ചിറങ്ങിയ SFIക്കാർക്ക് വരെ വോട്ട് നിലനിർത്തി. പരാതിയെ തുടർന്ന് വൈസ് ചാൻസലർ പരിശോധിച്ചപ്പോൾ ക്രമക്കേട് ബോധ്യമായി. ഇതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനും വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുവാനും തീരുമാനിച്ചു. ഇവിടെ തന്ത്രങ്ങൾ പാളിയതോടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ട റിട്ടേണിംഗ് ഓഫീസർമാരെ സ്വാധീനിക്കാൻ ശ്രമം ആരംഭിച്ചു. ഇതിനായി പാർട്ടി നോക്കി തെരഞ്ഞെടുപ്പ് ചുമതല നൽകി. നിയമിച്ചവർ 2 പേരും പഴയ SFI നേതാക്കളായിരുന്നു. ഇവരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് MSF പരാതി നൽകി. എന്നാൽ ഇവരെ മാറ്റുന്നതിന് പകരം ക്രമക്കേട് നിരീക്ഷിക്കാൻ 5 ഒബ്സർവർമാരെ ചുമതലപ്പെടുത്തി. ഇതിൽ 3 പേരും CPMകാരായിരുന്നു. ബാലറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നിർബന്ധമായും സീരിയൽ നമ്പർ ഉണ്ടാവും. എന്നാൽ ഇവിടെ വിതരണം ചെയ്ത ബാലറ്റിൽ സീരിയൽ നമ്പർ ഇല്ലായിരുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും ഒപ്പും ബാലറ്റിൽ ഉണ്ടായിരുന്നില്ല. ബാലറ്റിൽ ഒപ്പ് ചെയ്യാനുള്ള സ്ഥലം വേണ്ട, സീരിയൽ നമ്പർ ഒഴിവാക്കണമെന്ന് രേഖയാൽ തന്നെ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. SFIക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് കൗണ്ടിംഗ് സമയത്ത് തിരികെ കയറ്റുകയായിരുന്നു ഇതിന് പിന്നിലെ രഹസ്യം. റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 3 ബാഗുകളിലായി എത്തിച്ച ബാലറ്റുകൾ MSFന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. ഇതോടെ SFI സംസ്ഥാന സെക്രട്ടറിക്ക് വിവരം നൽകുകയും അവർ റാലിയായി കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറി അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെയാണ് SFI ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്. SFIക്കെതിരെ പ്രവർത്തിച്ചാൽ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. DUC തെരഞ്ഞെടുപ്പിലും സ്ഥിതി സമാനമായിരുന്നു. ക്രമക്കേട് കൈയോടെ പിടികൂടിയ MSF പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുകയാണുണ്ടായത്. രക്തം വാർന്നൊഴുകി ബോധരഹിതരായി കിടന്നിട്ടും യാതൊരു കരുണയുടെ അംശവും ഇവർക്കുണ്ടായില്ല. ഉച്ചയ്ക്ക് 3 മണിക്ക് പരിക്കേറ്റവരെ രാത്രി 8 മണിക്കാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിച്ചത്. അവർക്ക് വോട്ടെണ്ണി വിജയം പ്രഖ്യാപിക്കണമെന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. പെൺകുട്ടികളെ ആക്രമിച്ചെന്ന് വരുത്തിത്തീർത്ത് കള്ളക്കേസുണ്ടാക്കാൻ വരെ ശ്രമം നടത്തി. പോലീസ് ഏകപക്ഷീയമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അക്രമത്തിൽ ഇരു കക്ഷികൾക്കും പങ്കുണ്ട്. എന്നാൽ MSFകാരെ മാത്രമാണ് പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ന്യായമായും നീതിയുക്തമായും നിലപാടെടുക്കാൻ പോലീസ് തയ്യാറാവണം. CPMന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടാതെ പോയാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുമെന്നും നവാസ് കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് കൗണ്ടിംഗ് ഹാളിനകത്ത് ഇവർ കയറി വരിക? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. SFIയുടെ നേതാക്കന്മാർ എങ്ങനെയാണ് കൗണ്ടിംഗ് ഹാളിലെത്തുക? ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ണൂരുകാരനായ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥിയല്ല. ഇനി കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കൗണ്ടിംഗ് ഹാളിലേക്ക് കയറാൻ അയാൾ DSUവിൻ്റെ വിദ്യാർത്ഥിയല്ല. ഇനി DSUവിലെ വിദ്യാർത്ഥി ആണെങ്കിൽ തന്നെ കൗണ്ടിംഗ് ഹാളിലേക്ക് കയറാൻ അദ്ദേഹം കൗണ്ടിംഗ് ഏജന്റ് ആവണം. അദ്ദേഹം കൗണ്ടിംഗ് ഏജന്റ് അല്ല. കൗണ്ടിംഗ് ഏജന്റ് അല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് കയറണമെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയാകണം. അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ സ്ഥാനാർത്ഥിയല്ലാത്ത, കൗണ്ടിംഗ് ഏജന്റ് അല്ലാത്ത, DSUവിലെ വിദ്യാർത്ഥിയല്ലാത്ത, കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയല്ലാത്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് കൗണ്ടിംഗ് സമയത്ത് കൗണ്ടിങ്ങിൻ്റെ ഹാളിനകത്ത് കയറുക? ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും എങ്ങനെയാണ് കൗണ്ടിംഗ് ഹാളിനകത്ത് കയറുക?
അത് സാധ്യമല്ലാത്ത ഒന്നാണ്. അപ്പോൾ കള്ള വോട്ടുകൾ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിനകത്തു കയറി വലിയ കലാപം ഉണ്ടാക്കി, വലിയ പ്രശ്നം ഉണ്ടാക്കി. അതിനകത്ത് ഈ ഞങ്ങൾ പിടിച്ചെടുത്ത കള്ള വോട്ടുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ബാലറ്റുകൾ പോലും തിരിച്ചു വാങ്ങി അതിനകത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാരെ അതിക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ പോലും ഏറെ വേദനാജനകമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും പതിവ് പോലെ മത്സരിച്ച് വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. കാലിക്കറ്റിൽ SFI തേരോട്ടമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ തവണയും ഇങ്ങനെയായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഈ 2 വർഷവും റിസൾട്ട് വന്നപ്പോൾ UDSF യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണയും MSF KSU മുന്നണി വിജയക്കൊടി നാട്ടും. വലിയ ഭൂരിപക്ഷത്തിന് SFI പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും നവാസ് അടിവരയിട്ടു. ഒന്ന്, ഇത് 2024 അവർ ഇറക്കിയ പോസ്റ്ററാണ്. ദേശാഭിമാനിയിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പോസ്റ്റർ വന്നതാണ് 2024. അന്ന് അവർ പറഞ്ഞത് 171 കോളേജിൽ 102 കോളേജിലും ഞങ്ങൾ ജയിച്ചു എന്നാണ്. 172 കോളേജിൽ 171 കോളേജിൽ 102 കോളേജിൽ അവർ ജയിച്ചു. എന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ നടന്നപ്പോൾ അവർ 100 വോട്ടിന് തോറ്റു. 100 വോട്ടിന്, 1-2 വോട്ടിനല്ല, 100 വോട്ടിന് അവർ തോറ്റു. ഇത് 2023-ലേതാണിത്. അന്ന് 50 വോട്ടിന് തോറ്റു. ഇത് 2024-ലേതാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൽ പറയുന്നത് 194 കോളേജിൽ 120 ഞങ്ങൾ ജയിച്ചു എന്നാണ്. 194-ൽ 120 ഞങ്ങൾ ജയിച്ചു. അന്ന് അവർ തോറ്റത് 100 വോട്ടിനാണ്. അപ്പോൾ ആദ്യം പോസ്റ്റർ ഇറക്കിയിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ 50 വോട്ടിന് 50 മാർജിനിലാണ് അവർ തോറ്റത് യൂണിവേഴ്സിറ്റിയിൽ. രണ്ടാമത് ഇപ്പോൾ പോസ്റ്റർ ഇറക്കി, കഴിഞ്ഞ വർഷം പോസ്റ്റർ ഇറക്കിയിട്ട് 100 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് SFI തോറ്റത്. ഇത്തവണയും പോസ്റ്റർ ഇറക്കി SFI നേതാക്കന്മാർ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, വലിയ ഭൂരിപക്ഷത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ തോൽക്കേണ്ടി വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാധ്യമ സുഹൃത്തുക്കളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ യാഥാർത്ഥ്യത്തെ, ഇവരുടെ ഈ കള്ളത്തരങ്ങളെ സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ നിങ്ങളുടെ കൂടി സഹായം ഞങ്ങൾക്കുണ്ടാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. സംസ്ഥാന സെക്രട്ടറി അഖിൽ ആനക്കയം സന്നിഹിതനായിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.